ചികിത്സാ സഹായവും ഭക്ഷണ കിറ്റ് വിതരണവും നടത്തി. കായംകുളം സ്നേഹാലയം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ബോധവൽക്കരണ ക്ലാസും നടത്തി. പെരിങ്ങാല സ്നേഹാലയം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് ക്രിസ്മസ് ദിനാഘോഷത്തിന്റെ ഭാഗമായി നിർധനരായ രോഗികൾക്ക് ചികിത്സാ സഹായവും ഭക്ഷ്യക്കിറ്റ് വിതരണവും നടത്തിയത്. ഇതോടനുബന്ധിച്ച് ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. കായംകുളം മുൻ കൗൺസിലർ അൻസാരി കോയിക്കലേത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. ക്ലാസ് എല്ലാവരും നമ്മുടെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ശ്രദ്ധാപൂർവം കേട്ട് മനസ്സിലാക്കി അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുന്നതിനും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിനുമുള്ള ഒരു ശ്രമം നടത്തണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ അദ്ദേഹം ഇവിടെ വിശദീകരിക്കും. ട്രസ്റ്റ് അംഗം ഷൗക്കത്ത് അധ്യക്ഷത വഹിച്ചു. ട്രസ്റ്റ് ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് രാജീവ് കനകരാജ് സ്വാഗതം പറഞ്ഞു. സത്താർ നൂറുദ്ദീൻ, മനാഫ് മണ്ണാശ്ശേരി, സുബിൻ, ഉഷാകുമാരി, ഷാജി, ഷൗക്കത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ലഹരി വേണ്ട, ലഹരി വേണ്ട. ബഹുഭൂരിപക്ഷം അമ്മമാർക്കും സഹോദരിമാർക്കും ആ അഭിപ്രായമാണ് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. നുറുങ്ങ് കവിതകൾ എഴുതി പ്രസിദ്ധനായ ആളാണ് കുഞ്ഞുണ്ണി മാഷ്. അദ്ദേഹം കുട്ടികളോട് സംവദിക്കുന്ന സമയത്ത് ഒരിക്കൽ ചോദിച്ചു, കുട്ടികളെ 3 അക്ഷരം ഒരക്ഷരം ഏതക്ഷരം എന്ന് ചൊല്ലാമോ? കുട്ടികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. നമ്മൾ മലയാളികളുടെ ഒരു ശൈലിയും അങ്ങനെയാണ്. നമ്മുടെ പേരെന്ത് എന്ന് ചോദിച്ചാൽ നമ്മൾ അടുത്തിരിക്കുന്ന ആളിന്റെ മുഖത്തേക്ക് നോക്കിയാണ് മറുപടി പറയുവാൻ ആഗ്രഹിക്കുന്നത്. പ്രായാധിക്യത്താലോ അവശത അനുഭവിക്കുന്ന ആളുകളെ കണ്ടെത്തിയാൽ അവരുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്തു, ഇവിടെ അറിയിച്ചു. ഇവിടുന്ന് ഏതാനും ആളുകൾ പോയി അത് അന്വേഷിച്ചു. അതിന്റെ സത്യാവസ്ഥ ബോധ്യം വന്നതിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെയുള്ള ആളുകളെ കണ്ടുപിടിച്ച് സഹായം അങ്ങോട്ടെത്തിക്കുന്ന ഒരു നടപടിയാണ് ഈ സ്നേഹാലയം ചാരിറ്റബിൾ ട്രസ്റ്റ് ഇതേവരെ അനുവർത്തിച്ചു വന്നിട്ടുള്ളത് എന്നുള്ളത്. ന്യൂസ് ബ്യൂറോ, കായംകുളം.